ഈ കാണുന്ന സ്ട്രോബെറി പണക്കാരുടെ മാത്രം ഫ്രൂട്ടാന്ന് വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടായിട്ടുണ്ടാവും. ഒന്നൊക്കെ ടിവിയിലും ഫോട്ടോസിലും മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇപ്പൊ എവിടെ നോക്കിയാലും സ്ട്രോബെറി കിട്ടാനുണ്ട്. അങ്ങനെ ഒരു ദിവസം നെസ്റ്റോളിക്ക് പോയപ്പോ 59 രൂപയ്ക്ക് ദേ കിടക്കുന്ന ഒരു കുന്നു സ്ട്രോബെറി. ഒന്നും നോക്കിയില്ല, മേടിച്ചു 2 ബോക്സ്. അതിൽ ഏറ്റവും കുഞ്ഞൊരു കുഞ്ഞ സ്ട്രോബെറിനെ കണ്ടപ്പോ എനിക്ക് എന്റെ കുഞ്ഞൻ രുദ്രുവിനെയാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാനത് അവന് കൊടുത്തു കഴിക്കാനായിട്ട്. അവൻ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്ട്രോബെറി കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതിനെ ഞെക്കി പിഴിഞ്ഞ് അവൻ കൊല്ലാകൊല ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് എന്നെ വേണം പറയാനായിട്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? പണ്ട് വൈറലായിട്ടുള്ള ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു സ്ട്രോബെറിയുടെ ഐറ്റം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ബാംബൂ സ്റ്റിക്കിലാണ് ഞാനത് കുത്തി വെക്കുന്നത്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്റെ അതില്ലാത്തതുകൊണ്ട് എന്റെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ബാംബൂ സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ട് നടും മുറിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതും ഒരു അലങ്കാരപ്പണി എനിക്ക് മസ്റ്റാണ്. ഇതിനെ ഗ്ലാസിന്റെ പാത്രത്തിൽ വെക്കുന്നേക്കാളും ഒരു വൈറ്റ് പാത്രത്തിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ലുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് പാത്രം എവിടെ നോക്കിയോ തപ്പി പിടിച്ചോടുന്ന് അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറി മിൽക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ എടുത്തപ്പോഴാണ് കണ്ടത് അതിൽ നിറച്ച് ബദാമാണ്. എന്തായാലും ഡബിൾ ബോയിൽ ചെയ്ത ഡയറി മിൽക്കിനെ നമ്മളത് ഈ കുത്തി വെച്ച സ്ട്രോബെറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കഴിച്ചു നോക്കുമ്പോ എങ്ങനെയായിരിക്കും ഒരു ഐഡിയ ഇല്ല. ഇടയിൽ കൂടെ ഒരാൾ തലെത്തിച്ച് നോക്കുന്നുണ്ട്. അവിടെ ഇരുന്നാൽ മതി, ഇതിന്നൊരു പീസ് നിനക്ക് ഞാൻ തരില്ല. രുദ്രനെ ചോക്ലേറ്റിന് അഡിക്റ്റ് ആക്കരുതെന്ന് ഒരു ദൃഢ നിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഒരു വട്ടം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ പിന്നീട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഇതിന്നൊരു പീസ് പോലും ഞാൻ അവന് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ പൊന്നു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കുറച്ചധികം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഒരു പീസ് ഓണിയും കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ അത് അപ്പൊ തന്നെ തീരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ട്രോബെറീസ് ഒക്കെ ആ ചോക്ലേറ്റിൽ കുഴച്ചാണ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ എന്താവോ ഞാൻ ഇത്രയും വൈകിപ്പോയത്. എല്ലാത്തിനും പിന്നെ അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ അല്ലെ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ വേഗം ട്രൈ ചെയ്തോ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.